വി.എസ്. അച്യുതാനന്ദന്റെ ഭൗതികദേഹം തിരുവനന്തപുരത്തെ AKG പഠന കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നു. എത്ര വലിയ ജനസാഗരമാണ് വി.എസിന് ചുറ്റും. ഒപ്പം സമരമുഖങ്ങളിൽ ഒരുമിച്ച് നിന്ന സഖാക്കൾ, കണ്ണേ കരളെ വി.എസ്. എന്ന് നെഞ്ചിലേറ്റ് വിളിച്ചിട്ടുള്ള ജനങ്ങൾ, അണികൾ. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും വി.എസിനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടേയില്ല. ഈ സമയത്തും കൂടെ നിൽക്കുന്ന കാഴ്ച, തങ്ങളുടെ ചങ്കിടിപ്പായ നേതാവിന് യാത്രാമൊഴിയേകുന്ന വൈകാരിക രംഗങ്ങൾ AKG പഠന കേന്ദ്രത്തിൽ മുന്നിൽ നിന്ന് കാണുകയാണ്. 40കളിലെ ഫ്യൂഡൽ കൊളോണിയൽ കാലം തൊട്ട് 2014 ശേഷമുള്ള രാഷ്ട്രീയ അധികാരകാലം വരെ എല്ലാ ചൂഷണങ്ങളോടും പൊരുതി കേരളീയ ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായിരുന്നു വി.എസ്. എല്ലാ കാലത്തും ഈ കൂടിയിരിക്കുന്ന ഈ ജനസാഗരം വി.എസിന്റെ ഓരോ വാക്ക് കേൾക്കാനും തൻ്റെതായ ശൈലിയിൽ വി.എസ്. നടത്തുന്ന പ്രസംഗങ്ങളും നർമ്മം കലർത്തിയുള്ള വി.എസിന്റെ പ്രതികരണങ്ങളും കേൾക്കാനും എല്ലാ കാലത്തും ഓടിയെത്തിയിരുന്ന ആ വലിയ ജനക്കൂട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ വി.എസ്. കരണ്ണേ കരടെ വി.എസ്. എന്ന ആർത്തലച്ച മുദ്രാവാക്യത്തിന്റെ ഒറ്റ കരുത്തുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ വളരെ കർക്കശമായിട്ടുള്ള ആ ഭിത്തികളെ പൊളിച്ചെഴുതിയ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തെ കാണാനായി, ഒരു നോക്ക് കാണാനായി ഓടിയെത്തുന്ന ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനപ്പുറം എങ്ങനെയാണ് രാഷ്ട്രീയ കേരളം സഖാവ് വി.എസിന് വിട ചൊല്ലുക? 1923 ഒക്ടോബറിൽ ജനിച്ച വി.എസ്. അച്യുതാനന്ദൻ ഈ വർഷം 102ാം വയസ്സിലേക്ക് കടക്കുമായിരുന്ന വി.എസ്. അച്യുതാനന്ദൻ വി.എസ്. എന്ന 2 അക്ഷരത്തിന്റെ മാന്ത്രികതയിൽ അദ്ദേഹം മലയാളികളുടെ മുഴുവൻ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ഹൃദയത്തിൽ കുടിയേറി ചിരപ്രതിഷ്ഠ നേടിയ ചരിത്രമാണ്. AKG പഠന കേന്ദ്രത്തിൽ നിന്നുള്ള അവസാന നിമിഷങ്ങളുടെ ആ രംഗത്തിന്റെ വൈകാരികത പുറത്തേക്ക് നൽകുന്നത്. സമരം നിറഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ കനലും കണ്ണീരുമൊക്കെ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ പ്രായത്തിൽ പോലും 90കളുടെ അവസാനത്തിൽ പോലും സജീവമായിരുന്ന അദ്ദേഹം 80കളിൽ മലമുകളേറിയ വി.എസ്. അച്യുതാനന്ദൻ. അങ്ങനെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഈ രാജ്യത്തുണ്ടായിരുന്നോ എന്നുപോലും സംശയമാണ്. കേരളത്തിന്റെ പൊതുജീവിതത്തിന് അത് അസാധാരണം തന്നെയായിരുന്നു എല്ലാ കാലത്തും. 16 വയസ്സിലാണ് വി.എസ്. അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 18 വയസ്സ് തികയുന്നതിന് മുൻപ് തന്നെ കുട്ടനാടിൻ്റെ മണ്ണിലേക്ക് അദ്ദേഹം എത്തി. ഒരുപക്ഷെ പാർട്ടി പോലും വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നേരിട്ട് ഭീഷണികൾ നേരിട്ട് അദ്ദേഹം എത്തി. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിതമായ ആ വെല്ലുവിളികളുടെ ചരിത്രം എടുക്കുമ്പോൾ ആ ചരിത്രത്തിൻ്റെ ആദ്യ പേജിൽ ആദ്യ വരിയിൽ വി.എസ്. അച്യുതാനന്ദൻ എന്ന പേര് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിൻ്റെ താഴെ തട്ടിലുള്ള, കേരളത്തിൻ്റെ താഴെ തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആശ്വാസം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വി.എസ്. അച്യുതാനന്ദനെയാണ് ഇപ്പോഴത്തെ മലയാളികൾക്ക് ഏറെ പരിചയം. പാർലമെന്ററി പ്രവർത്തനത്തിൽ MLA ആയിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടുമൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവ്.
എപ്പോഴൊക്കെ ശരിയെന്ന് സ്വയം തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ പാർട്ടി എടുത്ത നിലപാടിനെ പോലും മറികടന്നുകൊണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ നിലപാടുകളെടുത്ത സഖാവ്. രാഷ്ട്രീയ എതിരാളികളെ സരസമായിട്ടുള്ള ഭാഷണങ്ങൾ കൊണ്ട്, പലപ്പോഴും മൂർച്ചയുള്ള പരിഹാസ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കീറി മുറിച്ചിടുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അതിന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ, പൊതുചടങ്ങുകളിലെത്തുമ്പോൾ കൂട്ടുപിടിച്ചത് പുരാണത്തിലെയും ബൈബിളിലെയും ഒക്കെ വചനങ്ങൾ. വി എസിന്റെ ആ ഒരു നീട്ടിയും കുറുക്കിയുമുള്ള ആ വാക്ശൈലിയിൽ ഒഴുകിയ പരിഹാസത്തിന്റെ ചൂട് ഏറ്റുവാങ്ങാത്ത രാഷ്ട്രീയ എതിരാളികൾ പോലും വളരെ കുറച്ചാണ് കേരളത്തിൽ. 2019 ഒക്ടോബർ അവസാനം പക്ഷാഘാതമുണ്ടായി. ശാരീരിക അവശത തളർത്തുന്ന വരയ്ക്കും അദ്ദേഹത്തിൻ്റെ ആ വാക് വൈഭവം എവിടെയെങ്കിലും പതറിയിട്ടില്ല. ഐക്യ കേരളത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ തൊട്ട് മൂന്നാറിൽ മല കയറി അദ്ദേഹം പ്രഖ്യാപിച്ച ആ ധൈര്യപ്രസ്താവനകളടക്കം സമരങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ മുന്നേറിയ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവ്. അതിൽ ഐക്യ കേരളത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ വരും, ആലപ്പുഴ ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങൾ വരും, ജനങ്ങളുടെ മണ്ണ് സംരക്ഷിക്കാൻ, നാടിൻ്റെ കാടും മലയും പുഴയും ഒക്കെ വീണ്ടെടുക്കാൻ, പലപ്പോഴും സ്ത്രീകൾക്ക് സുരക്ഷിത ജീവിതം സാധ്യമാക്കാൻ, പ്രതിപട്ടികയിൽ പേരുയരുകയും പല സ്വാധീനങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവരെയൊക്കെ അരിഞ്ഞു വീഴ്ത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, അങ്ങനെ എല്ലാ പ്രക്ഷോഭങ്ങളുടെയും, ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ എല്ലാ പ്രക്ഷോഭങ്ങളുടെയും സഞ്ചാര വഴികളിൽ വി എസ് എന്ന ആ മനുഷ്യൻ്റെ നിഴലും വെളിച്ചവും നിറഞ്ഞു നിന്ന ആ സ്മരണ മലയാളി മറക്കില്ല. ആ സാന്നിധ്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് അവകാശ പോരാട്ടങ്ങളിലേക്ക് പലരും പിന്നീട് കടന്നു വന്നത്. അതേ വി എസിന് അന്ത്യാഭിവാദ്യം നൽകാൻ, ലാൽ സലാം സഖാവെ എന്നുറച്ച് വിളിച്ചു പറയാൻ ജനക്കൂട്ടം ഒഴുകുകയാണ്. AKG പഠന കേന്ദ്രത്തിലാണിപ്പോൾ അദ്ദേഹം അന്തി